പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് ഹയ്യ അലസ്സലാ എന്നുള്ള വിശുദ്ധമാക്കപ്പെട്ട ബാങ്കിന്റെ ധ്വനി അവന്റെ കർണപടങ്ങളിലേക്ക് അടിച്ചു കയറുമ്പോ ഇറങ്ങി ഓടാറുണ്ട്. എവിടേക്കാ? അള്ളാഹുവിന്റെ പള്ളിയിലേക്കല്ല, അള്ളാഹുവിന്റെ പള്ളിയിലേക്കല്ല. എത്രയോ ചെറുപ്പക്കാര് പ്രിയപ്പെട്ട മാതാവിനെ പിതാവിനെ നൊമ്പരപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചിരിക്കുന്ന രക്ഷിതാക്കളെ തെറി പറഞ്ഞുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ട് ഒരു ദിവസം പോലും കണ്ണുനീരിലാക്കാൻ ഏതെങ്കിലും ഒരു യുവാവുന്നുണ്ടോ? സ്വന്തം ഉമ്മയെ ഉപ്പയെ നല്ലതുപോലെ പോറ്റി വളർത്തിയ മുസൽമാന്റെ ജീവിതത്തിൽ പെട്ടതായത് ഉമ്മയും ഉപ്പയും ബഹുമാനിക്കണമെന്ന് എന്നുള്ളൊരു കാര്യം. ഇന്ന് എത്ര പേരാ ഉപ്പയോട് സ്നേഹത്തോടെ ഒന്ന് പെരുമാറുക? എത്ര ചെറുപ്പക്കാരാ എന്റെ ഉമ്മയാണ് സുഖമില്ലാതെ കിടക്കുന്നത്, അതുകൊണ്ട് എന്റെ ഉമ്മയോട് എനിക്ക് സ്നേഹം വേണം, എന്റെ ഉമ്മ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറയുന്ന എത്ര ചെറുപ്പക്കാരൻ എന്റെ ഭൂമി ലോകത്തുണ്ട്? കൂടിപ്പോയാൽ വിരലിൽ എണ്ണാവുന്ന ആളുകൾ. ഞാൻ പറയാം, ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. എല്ലാത്തിനും നമ്മൾ മുൻപന്തിയിലാ. സ്വതക്ക ചെയ്യാനും നമസ്കരിക്കാനും ദിക്റിനൊക്കെ നമ്മളൊക്കെ മുൻപന്തിയിലാണ്. പക്ഷേ ഇങ്ങനെ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. പണ്ടൊരു ഉമ്മ ഒരു ഉസ്താദിനെ വിളിച്ചു പറഞ്ഞു, ഉസ്താദെ നാളെ നിങ്ങൾ നേരം വെളുക്കുമ്പോൾ എന്റെ വീട്ടിലേക്ക് വരണം. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു കിണർ കുഴിക്കാൻ, അതുകൊണ്ട് ആ കിണർ കുഴിക്കുമ്പോ ഉസ്താദ് എന്റെ കിണറ്റിന് സ്ഥാനം കാണിച്ചാണ്. ഉസ്താദിന് കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ നേരം വെളുക്കും നിങ്ങളുടെ വീട്ടിൽ വരും, നിങ്ങൾ ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ഉസ്താദ് വീട്ടിൽ എത്തി. മുമ്മ കുറ്റിയൊക്കെ റെഡിയല്ലേ? ആ കുറ്റിയൊക്കെ റെഡിയാണ്. കുറ്റി എടുത്തു കൊടുത്തു, നല്ല മുനയൊക്കെ വെച്ചിട്ടുണ്ട്. കുറ്റി എടുത്തു കൊടുത്തു പറഞ്ഞു, ഉസ്താദെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം നോക്കിയിട്ട് വെച്ചാൽ മതി, അവിടെ ഇൻഷാ അല്ലാഹ് നമ്മൾ കിണർ കുഴിക്കുമെന്ന് പറയും. ഉസ്താദ് ബിസ്മില്ലാ, ഇവിടെ തന്നെ ആയോ? ഇവിടെ തന്നെ, കുഴപ്പമില്ല, ഉസ്താദിന്റെ ഇഷ്ടം പോലെ. ഉസ്താദ് കുറ്റി എടുത്തു കൊടുത്തു, അല്ല പിന്നെ ഉമ്മുമ്മ ഒരു കുറ്റി എടുത്തു കൊടുത്തു. ഉസ്താദ് ബിസ്മിയും പറഞ്ഞ് ആദ്യം ഒരു അടി അടിച്ചു, രണ്ടാമത് ഒരു അടി അടിച്ചു, മൂന്നാമത് ഒരു അടി അടിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ് വെള്ളം പൊട്ടിയങ്ങ് തെറിച്ചു. ഉമ്മുമ്മ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത്ര അടിക്ക് പെട്ടെന്ന് വെള്ളം വരുമെന്ന്. ഉടൻ തന്നെ ഉമ്മുമ്മ ഉസ്താദിനോട്, ഉസ്താദ് പോയി കഴിഞ്ഞാൽ ഉടൻ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടുന്ന് കിണർ കുത്താലോ? ഉസ്താദ് പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ അവിടെ ഉപ്പമാനടുത്തൊന്ന് പറഞ്ഞാൽ മതി, ഇവിടുത്തെ മണ്ണെന്ന് മാന്ത. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഉസ്താദ് പോയതിന്റെ പിറകിന് ഉമ്മുമ്മ പറഞ്ഞു, ഉപ്പ നിങ്ങൾ ഇവിടുത്തെ മണ്ണെന്ന് മാറ്റണമെന്ന് പറഞ്ഞു. ഉസ്താദ് കുറ്റി അടിച്ചതിന്റെ അവിടുത്തെ മണ്ണ് ഉമ്മുമ്മ പറഞ്ഞതിന്റെ പിറത്ത് ഉപ്പ അങ്ങോട്ട് മാറ്റി നോക്കി, മൺവെട്ടി വെച്ച്. അപ്പൊ ഉസ്താദ് കുറ്റി അടിച്ചിട്ട് പോയത് അടിയിൽ കൂടെ പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു, വെള്ളം പോകുന്ന പൈപ്പ് ലൈൻ, അതിന്റെ പുറത്ത് അടിച്ചിട്ട്. അപ്പൊ ഇതേപോലെ അപ്പൊ ഉമ്മുമ്മ അൽഹംദുലില്ലാഹ് എന്റെ 500 പോയി, എന്റെ 1000 രൂപയും പോയി. 500 രൂപ വെച്ചിരുന്ന ഉമ്മുമ്മ ഉസ്താദ് ഒറ്റയടിക്ക് വെള്ളം കണ്ടപ്പോൾ 1000 രൂപ എടുത്തു കൊടുത്തു. സദക്ക ഉമ്മുമ്മക്ക് വലിയ ഇഷ്ടമായി. ഇതൊക്കെ നല്ലതാണ്, സദക്കയെല്ലാം നല്ലതാ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയട്ടെ, നേരം വെളുത്തു കഴിഞ്ഞാ ഒരു ചിന്ത മുസൽമാനെ നിന്റെ ജീവിതത്തിൽ വരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു തആല കാലഘട്ടത്തെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയാ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യർ മുഴുവനും പരാജയത്തിലാ. അല്ലാഹുവിന്റെ വാക്കെത്രയോ യാഥാർത്ഥ്യമാണല്ലോ. ഇന്നു നേരം വെളുത്ത് കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ തസ്ബീഹ് മാലെടുത്തുകൊണ്ട് മാത്രം സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ട് കാര്യമായില്ല, സുബ്ഹാനല്ലാഹ് മാത്രം ചൊല്ലിയിട്ട് കാര്യമായില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ചൊല്ലിയിട്ട് കാര്യമായില്ല. നിന്റെ മനസ്സ് ശുദ്ധിയുള്ളതാകണേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. എന്റെ ഉപ്പമാര് ബാങ്ക് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ഓടാറില്ലേ? ഓ, പള്ളിയിലേക്കൊന്ന് പോയിരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലുന്ന, ആ പള്ളിയിലേക്കൊന്ന് പോയിരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്ന എന്റെ ഉപ്പ, നിന്റെ നമസ്കാരത്തിലൂടെ ആ പ്രഭാതം പൊട്ടി വിടരുമ്പോ നിനക്ക് നമസ്കാരത്തിലേക്ക് അല്ലാഹു നിന്നെ വിളിക്കുമ്പോ മുസൽമാന്റെ ഒന്നാമത്തെ കടമ എന്തെന്നറിയോ? ഓടി അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് പോകല. ആ പള്ളിയിൽ പോയിരുന്നു കൊണ്ട് നമസ്കാരം കഴിഞ്ഞിട്ട് ചങ്കൂറ്റമുള്ള ഏതൊരു ചെറുപ്പക്കാരായാലും ഏതൊരു ഉപ്പമാരായാലും എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരാണെങ്കിൽ വീട്ടിന്റെ കത്തട്ടിൽ ഇരുന്നു കൊണ്ട് മുസല്ല വിരിച്ചുകൊണ്ട് നല്ലതുപോലെ ഖുർആൻ ഓതുന്ന പെണ്ണേ, യാസീൻ ഓതുന്ന പെണ്ണേ, തസ്ബീഹ് ചൊല്ലുന്ന പെണ്ണേ, ഇന്ന്
എത്ര പെണ്ണുങ്ങളായി ഇതേപോലെ തസ്ബീഹ് ചൊല്ലുക എന്ന് വിശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്ന സമയത്ത് പോലും ടിവിയും ഓഫാക്കാതെ ഇന്ന് മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയ്ക്ക് വാള് വെക്കുമ്പോ ഇന്നെന്തുകൊണ്ടാ ഇന്ന് വാള് കേൾക്കാൻ ആളില്ലാത്തത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഞാൻ എന്ന് ചോദിക്കട്ടോ, എന്റെ പെണ്ണ് മുസൽമാന്റെ ജീവിതം എന്നുള്ളതല്ലേ? ആയിഷാന്റെ പേരിട്ടിട്ട് കാര്യമായില്ല, ഖദീജാന്റെ പേരിട്ടിട്ട് കാര്യമായില്ല, ലോകത്തിന്റെ നേതാവിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ പേര് മാത്രം ഇട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമായില്ല. എങ്ങനാ പെങ്ങളെ നിങ്ങൾക്കും മനസ്സ് വരിക? ബഹുമാനപ്പെട്ട മാലിക് ദീനാർ റഹ്മഹുല്ലാഹ് കിടന്നുറങ്ങുന്ന ഈ നാട്ടിന്റെ ഉടമസ്ഥകളായ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മാലിക് ദീനാർ തുടങ്ങിയിട്ട് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നൂറുകണക്കാന് സഹാബാക്കൾ കിടക്കുന്ന, ആയിരക്കണക്കാന് സൂഫിവര്യന്മാര് കിടക്കുന്ന ഈ സുന്ദരമാക്കപ്പെട്ട നാട്ടിലൂടെ അനാചാരത്തിന്റെ വൃത്തികേടിലേക്കൊന്ന് പോകാ. എന്റെ പെങ്ങളെ, നിന്റെ മനസ്സിനെ നീ കൊടുത്തു പോകല്ലേ, നിന്റെ ആയുസ്സിനെ നീ കൊടുത്തു പോകല്ലേ. അതുകൊണ്ട് നമസ്കാരത്തിന് വേണ്ടി വിളിക്കുമ്പോ എന്റെ ഉപ്പ അല്ലാഹുവിന്റെ പള്ളിയിലേക്കൊന്ന് പോയിരുന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് സലാം വീട്ടിയിട്ട് എഴുന്നേറ്റ് ഓടല്ലേ പ്രിയപ്പെട്ടവരെ. മുസൽമാനാണെങ്കിൽ അവൻ അവിടെ പോയിരുന്നു കൊണ്ട് നമസ്കരിക്കും. ഇമാമൻ ജമാഅത്തായിട്ടൊക്കെ നമസ്കരിക്കുന്നല്ലതുപോലെ നമസ്കരിച്ചു കഴിഞ്ഞാലോ പനിനീരിൽ പരിശുദ്ധ പരിമളം പരത്തുന്ന പങ്കജ റസൂലുള്ളാഹ് പറഞ്ഞുവല്ലോ, പരിശുദ്ധ നബിയോരേ പരിപൂർണ തണിയോരേ അഹദബൽ കനിഞ്ഞുള്ള നബിയുള്ളാവേ. ആഖിറിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ നമസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഓടരുത്. നമ്മുടെ നാടുകളിൽ മുഴുവൻ അപകടങ്ങളാണ്. നമ്മുടെ നാടുകൾ തന്നെ ഇവിടെ വന്നപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട മുസ്താഖ് ഉസ്താദ് എന്നോട് പറഞ്ഞു, ഉസ്താദെ നമ്മുടെ നാടുകൾ വല്ലാത്തൊരു അപകടങ്ങൾ സംഭവിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാരെ ഒക്കെ അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഉറക്ക ആത്മാർത്ഥമായിട്ട് ആമീൻ പറയും. എനിക്കൊരു പവർ അല്ല, നിങ്ങൾക്ക് ആ പവർ. അള്ളാഹു നമ്മുടെ യുവാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഓടരുത്. ഒരു മുസ്ലിമായ ഒരു വ്യക്തി എഴുന്നേറ്റ് ഓടരുത്, അവിടെ ഇരുന്ന് കൊണ്ട് പൊട്ടിക്കരയണം. നമസ്കാരം കഴിഞ്ഞ പെട്ടെന്നല്ലേ മൂട്ടിൽ തീ പിടിച്ച മാതിരി ചില ആൾക്കാർ ഒറ്റ ഓട്ടാണ്. ഇതൊന്ന് മാറ്റിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതല്ലാ അലം യജ്ദക യതീമൻ ഫആവാ വവജദക ളല്ലൻ ഫഹദാ. നമസ്കാരം കഴിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഓടരുത്. ഇതിനുള്ള മാതൃകയാരാ? ഒരിക്കൽ പോലും കളവ് പറയാത്ത മദീനത്തിന്റെ മണവാള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനത്തിന്റെ രാജകുമാര മുഹമ്മദ് മുസ്തഫ. 140 കോടി മുസൽമാന്റെ ചങ്കിലച്ചോരയായ കരളിന്റെ കാതലായ കണ്ണിലുണ്ണിയായ മദീനത്തെ വസന്തമേ, ഓ വസന്തത്തിൽ വിരിഞ്ഞ പനിനീരേ, ഓ പനിനീരിൽ വിരിഞ്ഞ പരിമളമേ, ഓ പരിമളത്തിൽ വിരിഞ്ഞ സുഗന്ധമേ, ആ സുഗന്ധത്തിൽ വിരിഞ്ഞ നർമ്മണമേ, ഒരിക്കൽ പോലും മനസ്സിന്റെ മണിയറയിൽ നിന്ന് മാഞ്ഞു പോകാതെ മറയാതെ മലീമസമാകാത്ത മടിത്തട്ടിൽ കിടക്കുന്ന ലോകത്തിന്റെ പുന്നാര നബിയേ, സയ്യിദുൽ കൗനൈൻ അനീസുൽ ഗരീബി റഹ്മത്തുൽ ലിൽ ആലമീൻ റാഹത്തുൽ ലിൽ ആശിഖീൻ.